ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ഗൂഢസ്ഥലത്ത് ഇരുന്നരുളുന്ന മഹാപ്രഭുവിനോട് മാമുനി സസന്തോഷം, സത്വഗുണ സ്വരൂപിയായ രാജേന്ദ്ര, ഞാൻ വന്നത് എന്തിനാണെന്ന് കേട്ടാലും മഹാപ്രഭോ, ദേവദേവനായ പിതാമഹനാണ് എന്നെ അയച്ചിട്ടുള്ളത്. അല്ലയോ പുരഞ്ജയ, അവിടുത്തെ പൂർവ്വഭാവത്തിൽ മായയിൽ ഉണ്ടായ പുത്രനാണ് ഞാൻ. എല്ലാം മുടിക്കുവാനുള്ള അന്തകനെന്ന പേരിലാണ് എന്നെ അവിടുന്ന് സൃഷ്ടിച്ചതും. ഭഗവാൻ വിധാതാവ് ലോകേശ്വരനായ പ്രഭു ഇങ്ങനെ പറയുന്നു: സർവലോക സംരക്ഷണത്തിൽ ജാഗരൂകനായ അവിടുന്ന് പറഞ്ഞിരുന്നത് ഓർമ്മയുണ്ടല്ലോ. പണ്ട് ജഗത്തുകൾ എല്ലാം അവിടുന്ന് മായ കൊണ്ട് സംഹരിച്ചു. മഹാസാഗര ജലത്തിൽ സുഷുപ്തിയിൽ കിടക്കുമ്പോഴാണ് എന്നെ സൃഷ്ടിച്ചത്. പിന്നീട് വെള്ളത്തിൽ വസിക്കുന്ന സർപ്പരൂപിയായ അനന്തനെ തുടർന്നുകൊണ്ട് അത്യത്ഭുത രൂപമുള്ള 2 ഊർജ്വസ്വല സത്വങ്ങളെ മായ കൊണ്ട് നിർമ്മിച്ചു. മധു, കൈടപൻ എന്നിവരുടെ ദേഹത്താൽ ഭൂമിയും എല്ലിൻ നിരകളാൽ മാമലകളും ഉണ്ടാക്കി. ഗിരിനികരങ്ങളോടു കൂടിയ മഹീതലം മേദിനി എന്ന പേരിൽ പ്രസിദ്ധമായി. നാഭിയിൽ നിന്നുയർന്ന അർക്കസദൃശ്യമായ ദിവ്യപത്മത്തിൽ എന്നെ അയോനിജനായി സൃഷ്ടിച്ചു. ലോകത്തിലുള്ള ചരാചരങ്ങളുടെ വിധാതാവായി ചുമതല ഏൽപ്പിച്ചു. മഹാഭാരം ചുവന്ന ഞാൻ ജഗന്നിയന്താവായ അവിടുത്തെ ഭജിച്ചു. ലോകേശ്വരനായ മഹാദേവ, ഓജസ്സും തേജസ്സും ബലവും എനിക്ക് അരുളി തന്ന അവിടുന്ന് ഞാൻ സൃഷ്ടിക്കുന്ന ചരാചരങ്ങളെ രക്ഷിക്കണേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ സർവഭൂത സംരക്ഷണത്തിന് വിഷ്ണുത്വം പൂണ്ടരുളിയല്ലോ. അതിഥിദേവിയുടെ ഉണ്ണിയായി അതിവീര്യം എന്ന് ജനിച്ച അവിടുന്ന് സഹോദരന്മാർക്കെല്ലാം വീര്യശൗര്യങ്ങളെ നൽകി തുണ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരുണ്യവാരിധിയായ അവിടുന്ന് പ്രജകളുടെ ദുഃഖം കണ്ട് രാവണ നിഗ്രഹത്തിനു വേണ്ടി മനുഷ്യരൂപത്തിൽ അവതരിച്ചു. 11,000 വർഷം രാജരാജേശ്വരനായി വാഴുമെന്നാണല്ലോ പണ്ട് അരുളി ചെയ്തിരുന്നത്. വെറും ഒരു സങ്കല്പം കൊണ്ട് ഇത്രയെല്ലാം ചെയ്ത അവിടുത്തെ നിർദ്ദേശം അനുസരിച്ച് വിധിച്ച മനുഷ്യായുസ് അവസാനിച്ചിരിക്കുന്നു. മന്നോർമന്നവ ഭാവത്തിൽ ഇരിക്കുന്ന അവിടുത്തെ സമീപത്തിലേക്ക് അന്തകനെ വർത്തമാനം അറിയിക്കുവാൻ ഇതാ അയക്കുന്നു. ചേതനാചേതനകൾക്കെല്ലാം ആധാരമായ സർവേശ, ഇനിയും പ്രജാസംരക്ഷണമാണ് അവിടുന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഭൂതലവാസം ദീർഘിപ്പിച്ചുകൊള്ളൂ. സർവോത്കർഷേണ അവിടുന്ന് വിജയിക്കട്ടെ. യമധർമ്മ രാജാവ് സവിനയം തുടർന്നു: മഹാപ്രഭോ, പിതാമഹദേവൻ ഇതുകൂടി ഉണർത്തിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. കാകുസ്ത്വംശജാതനായ അവിടത്തേക്ക് വാനുലകം പരിരക്ഷിക്കുവാൻ കാരുണ്യമുണ്ടാകണേ. അമരന്മാർ അഴലൊഴിഞ്ഞ് വിഷ്ണുവിനാൽ സനാഥരായി വാഴട്ടെ. ദേവദേവനായ വിരിഞ്ചന്റെ സന്ദേശം കൃതാന്തൻ ഇങ്ങനെ വ്യക്തമാക്കി. പൂപ്പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് രഘുനന്ദനൻ ആ സർവസംഹാരിയോട് ഏറ്റവും അത്ഭുതകരമായ വാക്കുകൾ ബ്രഹ്മദേവൻ പറഞ്ഞത് എന്നെ സംപ്രീതനാക്കി. അങ്ങനെ തന്നെ എൻ്റെ അടുത്തേക്ക് അയച്ചതിൽ വളരെ സന്തോഷം. 3 ലോകങ്ങൾക്കും നന്മയുണ്ടാകുവാനാണ് ഞാൻ ഈ രൂപമെടുത്തിട്ടുള്ളത്. അങ്ങേക്ക് നന്മ വരട്ടെ. ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് തന്നെ മടങ്ങുകയായി. എൻ്റെ മനോവിചാരമാണ് അങ്ങയെ അയച്ചതും ഈ പറഞ്ഞതും ഒട്ടും സംശയിക്കേണ്ട. സർവസംഹാരിയായ അന്തക, എന്നെ ആശ്രയിച്ചു കഴിയുന്ന ദേവന്മാരുടെ കാര്യങ്ങളിലും സഹായിക്കണം. വിധാതാവ് പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ എന്ന് എപ്പോഴും ഓർമ്മയുണ്ടാകണം. പരമാത്മാവായ ശ്രീരാമചന്ദ്രനും കാലസ്വരൂപനായ യമധർമ്മനും ഇങ്ങനെ സല്ലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ ദുർവാസാവ് രാജദ്വാരത്തിലെത്തി. അവിടെ ജാഗരൂകനായി നിൽക്കുന്ന സൗമിത്രിയുടെ ധൃതിയിൽ, ലക്ഷ്മണ, രാമനെ കാണിച്ചു തരൂ. അല്പമെങ്കിലും താമസിച്ചാൽ എൻ്റെ കാര്യമെല്ലാം പോകും. വീരാരിമർദ്ദകനായ ലക്ഷ്മണൻ മഹാത്മാവായ മുനിശ്രേഷ്ഠനെ വന്ദിച്ചുകൊണ്ട്, ഭഗവാനെ, എന്താണ് ചെയ്യേണ്ടത്? എന്താണ് കാര്യം? ഞാൻ ചെയ്യേണ്ടതെന്നാണ്? ജ്യേഷ്ഠൻ ജോലി ചെയ്യുകയാണ്. ഭഗവാനെ, അല്പസമയം കാത്തിരിക്കുവാൻ ദയയുണ്ടാകണേ. സൗമിത്രിയുടെ സൗമ്യവാക്കുകൾ കേട്ടിട്ടും മുനി പുങ്കവന്റെ കണ്ണുകൾ കോപം കൊണ്ട് കലങ്ങിക്കഴിഞ്ഞു. കണ്ണുകൊണ്ട് ചുട്ടെരിക്കത്തക്ക വിധം ലക്ഷ്മണനെ നോക്കി. സൗമിത്രി, ഈ നിമിഷത്തിൽ തന്നെ ഞാൻ വന്ന വിവരം രാമനെ അറിയിക്കണം. ഹേ സൗമിത്രി, ഈ ക്ഷണത്തിൽ അറിയിക്കാതിരുന്നാൽ അയോധ്യ രാജ്യത്തെ, നിന്നെ, രാമനെ, ഈ നഗരത്തെ മുഴുവൻ ഞാൻ ശപിക്കും. സൗമിത്രി, ഭരതനെയും നിങ്ങളുടെ പുത്രന്മാരെയും ഞാൻ ശപിക്കും. കോപത്തെ ഉള്ളിലടക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. അമേയ തപസ്വിയായ ആ മഹാത്മാവിൻ്റെ ഘോരമായ വാക്കുകൾ കേട്ട കുമാരൻ ആ വാക്കുകളുടെ സ്ഥിരതയെപ്പറ്റി പെട്ടെന്ന് ചിന്തിച്ചു. അഗ്രത സവിധത്തിൽ എത്തുന്ന ഞാൻ ഒരാൾ മാത്രം ഹതനായി തീർന്നുകൊള്ളട്ടെ. സർവരും നശിക്കുവാൻ പാടില്ല. ഇത്രയും പെട്ടെന്ന് ചിന്തിച്ചുറച്ച സൗമിത്രി
രഘുരാജ സമീപത്തിൽ ചെന്ന് വിവരം ഉണർത്തിച്ചു. അനുജന്റെ വാക്കുകൾ കേട്ട രാജ ശ്രീരാമൻ കാലനെ പറഞ്ഞയച്ച് അതിപുത്രനെ കാണുവാൻ പുറത്തേക്ക് വന്നു. തേജസ് കൊണ്ട് ആളിക്കത്തുന്ന മഹാത്മാ ദുർവാസാവിനെ പ്രണമിച്ച് തൊഴുകൈയോടെ അവിടുന്ന് എഴുന്നള്ളിയ കാര്യമെന്താണ് എന്ന് ചോദിച്ചു. മഹീപതിയുടെ വാക്കുകേട്ട ബ്രഹ്മർഷി വര്യൻ, ധർമ്മവത്സരനായ രാജേന്ദ്ര, അസ്രാബ്ധികമെന്ന് പേരായ തപസ് ഇന്നാണ് ഞാൻ അവസാനിപ്പിച്ചത്. ഹേ പുണ്യസ്വരൂപി, തക്കതായ ഭിക്ഷാന്നം തന്നാലും ഉൾപ്രീതി ഉണ്ടാക്കുന്ന അഭ്യർത്ഥന കേട്ട ശ്രീ രാമരാജൻ മുനിശ്രേഷ്ഠന് അനുയുക്തമായ അന്നപാനാദികൾ പെട്ടെന്ന് ഏർപ്പെടുത്തി കൊടുത്തു. അമൃതിന് തുല്യമായ ഭക്ഷണം തൃപ്തി പെരുമാറ് കഴിച്ച ദുർവാസാവ് രാമ വളരെ നന്നായി എന്ന് ആശീർവദിച്ച് ആശ്രമത്തിലേക്ക് മടങ്ങി. ഉദ്ദിഷ്ടകാര്യം സഫലമായി തീർന്ന് ബ്രഹ്മർഷി പോയപ്പോൾ ശ്രീരാമചന്ദ്രന്റെ ചെവികളിൽ കാലൻ പറഞ്ഞിരുന്ന വാക്കുകൾ മാറ്റുലി കൊണ്ടു. ഹൃദയത്തിൽ അഴലേറി കൈത്തലത്തിൽ തലയും ചായച്ച് ഒരൊറ്റ വാക്കുപോലും പറയാൻ കഴിയാതെ ചിന്താഗ്രസ്തനായിരിക്കുന്ന അവിടുത്തെ മനസ്സിൽ വിഷശല്യം തറയ്ക്കുന്നത് പോലെ യമന്റെ വാക്കുകൾ വീണ്ടും തെളിഞ്ഞു. പുകഴേന്തിയ തന്തിരുവടിയുടെ ഓർമ്മയിൽ രഹസ്യ സങ്കേതത്തിൽ വന്ന കുമാരലക്ഷ്മണന്റെ വദനം തെളിഞ്ഞു. ഇനി ഇതില്ല എന്ന് തിരുവുള്ളത്തിൽ എന്തോ ഉറപ്പിച്ച് മൗനിയായിരുന്നു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.